ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു വീഡിയോ നമ്മുടെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇന്ന് താമരയാട്ടോ. ഞാനാണെങ്കിൽ 250 രൂപയ്ക്ക് ഒരു താമരയുടെ തണ്ട് വാങ്ങിച്ചതാണ്. അതിപ്പോൾ 2 ആഴ്ച ആയതേ ഉള്ളൂ. ഞാൻ ബേസനൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയൊരു ചരുവത്തിനകത്താണ് ഞാൻ ഈ മണ്ണ് നിറച്ചിട്ട് ഇതൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് താമര വളർത്തുന്നത്. അത് ഒരു 2 എത്ത് മാത്രമേ ഇങ്ങനെ അതിനകത്തുനിന്ന് വരുന്നുള്ളായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇത്ര ഇല ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് കൊച്ചു തണ്ടുകളൊക്കെ ഇങ്ങനെ കണ്ടോ, എല്ലാം ഈ ഇലയൊക്കെ ഉണ്ടായിരിക്കുക. ഒരു സൈഡ് മാത്രമേ ഞാനിങ്ങനെ ഈ തണ്ട് മുതൽ ഇപ്പുറത്തോട്ട് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പാത്രം നിറച്ച് അതിൻ്റെ വള്ളി ദാണ്ട ഇവിടെ വരെയൊക്കെയായി. പെട്ടെന്ന് പൂവിടും. പൂവിടുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ നല്ല വെയിലുള്ളിടത്താണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് പൂക്കളൊക്കെ കാണിക്കാം. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഇത് നമ്മൾ പണ്ടേ സ്റ്റാൻഡിലൊക്കെ വെച്ചിരുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് മൊത്തം ഉണങ്ങിപ്പോയിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കിളിച്ച് വന്നതായിരുന്നു. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. നല്ലൊരു പൂവാണ്. ഞാൻ പിള്ളേരുടെ സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് ഒടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ 3 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ പണ്ടത്തെ ബോൾസ് അല്ലേ. രാവിലെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഈ പൂക്കളൊക്കെ കണ്ടപ്പം ഭയങ്കര ഭംഗിയപ്പം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ വേറൊരു പിങ്ക് കളറ് വേലിപ്പരത്തിയുടെ എനിക്ക് നിൽപ്പുണ്ട്, വലിയ ചെടിയാവുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ടേ ഉള്ള വെള്ള കളർ പൂവല്ലേ. ഇപ്പോൾ പിങ്ക് കളറുണ്ട്, വാടാമുല്ല കളറൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ പോയപ്പം കുറച്ച് ഈ ചെടി ഉണ്ടായിരുന്നു കുറേ. അതെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ എൻ്റെ ഒരു ചെമ്പരത്തിയാണ് ഇങ്ങനത്തേത്. 2-3 കളറ് ചെമ്പരത്തിയൊക്കെ ഉണ്ട്. നമ്മുടെ കടലാസ് 1-2 വർഷമായതാണ്. വിട്ടില്ല. അപ്പം കുറച്ച് ലേറ്റായി ഉണ്ടാവാനായിട്ട്. ഇത് കണ്ടോ, ഇതാണെങ്കിൽ നമ്മൾ വിരിഞ്ഞ് വരുമ്പം ഈ ഒരു കളറാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് വെള്ള കളറാകും. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വെച്ച് പിടിപ്പിക്കാൻ ഞാൻ നല്ല പാടുപെട്ട്. ഇത് നമ്മുടെ പുതിനയാണ്. ഈ ചെടി ആരാണ്ട് റോഡിൽ കളഞ്ഞതാണ്. ഞാൻ പിന്നെ അതെടുത്തിനകത്ത് നട്ട് വെച്ചിരുന്നതാണ്. അതിന് ചട്ടിയിലോട്ട് മാറ്റി നടണം. നമ്മുടെ പുതിനയാണ് 3 ചട്ടിക്കകത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മുല്ലപ്പൂ പോലൊരു ചെടിയാണ്. ചെറുതാണ്. കുറേ പൂവുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇനിയിപ്പം നല്ലതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ചേട്ടൻ കഴിക്കാൻ ചോദിച്ചതാണ്. ഇടയ്ക്ക് ഞെട്ടിപ്പോയി ഞാൻ. ഓക്കെ, എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.